ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സ്റ്റിർ ഫ്രൈ വിത്ത് പ്രോൺസ് ആണ്. നമുക്കതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ബ്രോക്കോലി, ക്യാരറ്റ്, ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ, ഗാർലിക്, ജിഞ്ചർ, ബെൽ പേപ്പർ. ഞാനിവിടെ 2 കളറുള്ള ബെൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രോസൺ പ്രോൺസ് ആണ്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ബ്ലാക്ക് പെപ്പർ, സാൾട്ട്, ഒലിവ് ഓയിൽ എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. ഒയിസ്റ്റർ സോസ്, സോയ സോസ്, ലിറ്റിൽ ഷുഗർ, കോൺഫ്ലവർ, ബ്ലാക്ക് പെപ്പർ, കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ബ്രോക്കോലി ഇട്ട് ബ്ലഞ്ച് ചെയ്തെടുക്കാം. 20-25 സെക്കൻഡ് മതി. അതിനുശേഷം നമുക്ക് അതേ വെള്ളത്തിൽ തന്നെ ക്യാരറ്റും ബ്ലഞ്ച് ചെയ്തെടുക്കാം. 30-35 സെക്കൻഡ് ബ്ലഞ്ച് ചെയ്താൽ മതി. അതൊരു ഐസ് വാട്ടറിലേക്ക് മാറ്റണം. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത നമ്മുടെ പ്രോൺസ് ഗ്രിൽ ചെയ്തെടുക്കണം. അതിന് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഒന്ന് 2-3 മിനിറ്റ് ഗ്രിൽ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ സോട്ടേ ചെയ്ത് എടുക്കാം. അതിന് നമ്മുടെ ഓണിയൻ, ഗാർലിക്, ബെൽ പേപ്പർ എല്ലാം ആഡ് ചെയ്യാം. നല്ലതുപോലെ സോട്ടേ ചെയ്യാം. ഇതിലേക്ക് ബ്ലഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബ്രോക്കോളിയും നമുക്ക് ആഡ് ചെയ്യാം. ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സോസ് ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിതിൽ എക്സ്ട്രാ ആയി കുറച്ചുകൂടെ ഒയിസ്റ്റർ സോസും സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിന് നമുക്കൊരു പ്ലാറ്ററിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിർ ഫ്രൈ വിത്ത് പ്രോൺസ് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ഫുഡാണ്. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.